വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് രോഹിത് ഇങ്ങനെ കഞ്ഞി കോരി ശ്യാമയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ ശ്യാമയാണെങ്കിൽ വാ തുറക്കണില്ല. അന്നേരം ഈ കഞ്ഞിയെങ്കിലും കുടിക്ക് ശ്യാമയെന്ന് പറഞ്ഞ് രോഹിത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്യാമ വാ തുറക്കുന്നേ ഇല്ല. അതിന് കുഞ്ഞേച്ചി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാലിനി വരും, നീ ഇത് തൽക്കാലം ഇത് കഴിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് രോഹിത് ആണെങ്കിൽ ഇങ്ങനെ അത് ചുണ്ടിലേക്ക് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ മുഖം കൊണ്ട് തന്നെ ഇങ്ങനെ തട്ടുകയാണ്. അന്നേരം സ്പൂൺ അങ്ങ് താഴെ പോകുന്നുണ്ട്. വീണ്ടും കുഞ്ഞേച്ചി ഇങ്ങനെ ശ്യാമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രോഹിത് ആകെ അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പൊന്നി അകത്തേക്ക് വരുന്നുണ്ട്. ശ്യാമക്കുഞ്ഞ് വല്ലതും കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാനും സത്യമൊക്കെ ഒരുപാട് നേരം ശ്രമിച്ചു നോക്കി, പക്ഷേ വാ തുറക്കുന്നേ ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? താഴെ പപ്പിമോളാണെങ്കിൽ കയറ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ കാണണമെന്നും പറഞ്ഞ് ആകെ ബഹളമാണ്. രാഘവൻ സാർ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങോട്ട് വിടണ്ട, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മതി എന്നുള്ളത്. പക്ഷേ കുഞ്ഞിന് എന്തോ സംശയമൊക്കെ ഉണ്ട്. ഈ അവസ്ഥയിൽ പെട്ടെന്ന് കണ്ടാൽ ഇനി സങ്കടമാവും. കുഞ്ഞ് പോയി സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ, എപ്പോഴായാലും കാണേണ്ടതല്ലേ എന്നിങ്ങനെ രോഹിത്തിനോട് പൊന്നി പറയുകയാണ്. തുടർന്ന് രോഹിത്തിൻ്റെ കയ്യിൽ നിന്നും ആ കഞ്ഞി പാത്രത്തോടു കൂടി പൊന്നി വാങ്ങുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിന് ആകെ വിഷമമാണ്. ശ്യാമയെ തിരിഞ്ഞു നോക്കിയിട്ട് കൊണ്ട് തന്നെയാണ് രോഹിത് ആ റൂം വിട്ട് താഴേക്ക് പോകുന്നത്. തുടർന്ന് പൊന്നിയാണെങ്കിൽ ടവലെടുത്തിട്ട് ശ്യാമയുടെ ചുണ്ടിലുള്ള ചോറൊക്കെ ഇങ്ങനെ തുടച്ച് കളയുകയാണ്. അന്നേരം സത്യഭാമ താഴെ നിന്ന് പൊന്നിയെ വിളിക്കുന്നുണ്ട്. തുടർന്ന് പൊന്നി താഴേക്ക് അങ്ങ് പോവുകയാണ്. ഇതേസമയം രോഹിത് അങ്ങ് താഴേക്ക് ചെല്ലുമ്പോൾ എന്നെ എന്താ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വിടാത്തതെന്നും പറഞ്ഞ് ആകെ ബഹളം വെച്ച് പപ്പിയാണെങ്കിൽ ഓടിങ്ങ് ശ്യാമയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. കൂടെ രോഹിത്തും വരികയാണ്. അന്നേരം അമ്മയ്ക്ക് എന്താ പറ്റിയത്, അമ്മയെന്ന് ഇങ്ങനെ ഉറക്കെ കുലുക്കി ശ്യാമയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ശ്യാമ ഇങ്ങനെ ദയനീയമായിട്ട് കുഞ്ഞിനെ നോക്കുകയാണ്, ഒന്നും സംസാരിക്കൊന്നുമില്ല. അന്നേരം അച്ഛൻ എന്താ അമ്മയ്ക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞതല്ലേ. അന്നേരം എന്താ പനിയാണോ എന്ന് ചോദിക്കുമ്പോൾ പനി പോലത്തെ വേറെ അസുഖമെന്ന് പറയുകയാണ്. അന്നേരം സംസാരിക്കില്ലേ, ഒന്നും മിണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ സംസാരിക്കും, കുറേശ്ശേ മിണ്ടുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഈ കുട്ടിക്ക് ആകെ അങ്ങ് വിഷമം വരുന്നുണ്ട്. അന്നേരം ട്യൂഷന് പോകാൻ നേരം അമ്മയോട് ഞാൻ പിണക്കമാണ്, ഇനി ഒരിക്കലും മിണ്ടില്ല എന്ന് പറഞ്ഞത് ഓർമ്മിച്ച് കുട്ടി അങ്ങ് വിഷമിക്കുകയാണ്. അന്നേരം എന്താ മോളെ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ അമ്മയോട് പിണങ്ങിയാണ് ഞാൻ പോയത്, അമ്മ എന്നോട് ഇനി ഒരിക്കലും മിണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മിണ്ടും, അസുഖം ഭേദമാകുമ്പോൾ മിണ്ടുമെന്ന് രോഹിത് പറയുകയാണ്. അന്നേരം എപ്പോഴാണ് ഭേദമാകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനൊരാൾ വരണമെന്ന് പറയുകയാണ്. അന്നേരം അതാരാന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞേച്ചി എന്ന് പറയുകയാണ്. അന്നേരം കുഞ്ഞേച്ചിയോ, അതെ അമ്മയുടെ ചേച്ചിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ വിളിച്ച് വരുത്തണമെന്ന് ഈ കുട്ടി പറയുകയാണ്. അന്നേരം അതിലൊരു പ്രശ്നമുണ്ട്, സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല കുഞ്ഞേച്ചി വരുന്നത്, സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ ഭാമയാണെങ്കിൽ ഇവിടെ റൂമിൻ്റെ വാതിൽക്കലേക്ക് വരുന്നുണ്ട്. ഭാമ ഇതൊക്കെ കേൾക്കുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് അമ്മയും കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന്. അന്നേരം എങ്ങോട്ട് എന്ന് രോഹിത് ചോദിക്കുമ്പോൾ കുഞ്ഞേച്ചിയുടെ അടുത്തേക്കെന്ന് പറയുകയാണ്. അന്നേരം പപ്പിയെന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടി ഭാമയാണെങ്കിൽ അകത്തേക്ക് കയറി വരികയാണ്. അന്നേരം രോഹിത് അങ്ങ് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പപ്പി അങ്ങ് പേടിച്ച് പോവുകയാണ്. ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു, അപ്പോൾ അപ്പുറത്ത് എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി സത്യഭാമ പപ്പിയോട് പറയുമ്പോൾ സത്യാമ്മയെ മോള് എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ നിലയ്ക്ക് നിർത്തിക്കോണം, അല്ലാതെ വലിയ വർത്തമാനങ്ങൾ പറയണ്ട, കാര്യങ്ങൾ മുതിർന്നവരാണ് തീരുമാനിക്കുന്നത്, വീണ്ടും അപ്പുറത്തേക്ക് എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടി ആകെ പേടിച്ച് വിഷമിക്കുന്നുണ്ട്. ശ്യാമ ഇങ്ങനെ ഒന്നുകൂടെ നോക്കിയിട്ട് കുട്ടി അങ്ങ് താഴേക്ക് ഇറങ്ങി പോവുകയാണ് പപ്പിമോള്. അന്നേരം ശ്യാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. പപ്പിമോള് പതിയെ വിഷമിച്ച് പോകുന്നതൊക്കെ നോക്കുകയാണ്, പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് സത്യഭാമയാണെങ്കിൽ ആ കസേരയിലേക്ക് ഇരുന്നിട്ട് ശ്യാമയുടെ കൈകളിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പക്ഷേ ശ്യാമ അങ്ങ് മുഖം തിരിക്കുകയാണ്. തുടർന്ന് രോഹിത്തും ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇതേസമയം രാഘവന്നരുടെ അടുത്തേക്ക് പിള്ള വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഈ പപ്പി മോളാണെങ്കിൽ തൻ്റെ ആ പാച്ചു ഉണ്ടല്ലോ ടെഡ്ഡി ബിയറിനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അന്നേരം സാറേ ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് എന്നിങ്ങനെ പിള്ള പറഞ്ഞു തുടങ്ങുകയാണ്. അന്നേരം എന്താടോ താൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സാറേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭഗവാന് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഭഗവാൻ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുക തന്നെ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവിടുന്ന് മഹാലക്ഷ്മി ഇറക്കി പോയിട്ട് 6 വർഷമായി. പിന്നീട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ കയറ്റാനായിട്ട് അനുവദിച്ചില്ല. പിന്നീടും പലതവണ കയറി വന്നു, പക്ഷേ ഇപ്പോൾ ഒരിക്കലും കയറാൻ പറ്റാത്ത സ്ഥിതിയാക്കി മാറ്റിയിട്ടില്ലേ. മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരാൾ ആ റൂമിൽ ഇങ്ങനെ ഒരവസ്ഥയിൽ കിടന്നത് സാറിന് ഓർമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം പ്രീതിയെ ഓർക്കുന്നുണ്ട് രാഘവൻ നായർ. ഇനിയിപ്പോൾ ശ്യാമ കുഞ്ഞിൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ വന്നിരിക്കുന്നു, അതിന് എത്ര കാലമാണെന്ന് അറിയില്ല. ഇവിടെ ഒരു വീട്ടിൽ നടക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വിഷ്ണു കുഞ്ഞിപ്പോൾ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. ആ കുട്ടിയുടെ മുഖമൊന്ന് തെളിഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ല, ഇതെല്ലാം പരീക്ഷണങ്ങളാണെന്ന് പറയുമ്പോൾ താൻ എന്തൊക്കെയാണോ ഇനി പറഞ്ഞു വരുന്നതെന്നും പറഞ്ഞ് പിള്ള വീണ്ടും രാഘവൻ നായർ വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം ഈ കുട്ടിയാണെങ്കിൽ പപ്പിമോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അന്നേരം സുമംഗലികളുടെ കണ്ണുനീർ വീണ് കുതിർന്ന തറയാണിത്. ഈ വീട്ടിലെ ഓരോ മുറിയിലെ ഓരോ ചുവരിലും അവരുടെ നെടുവീർപ്പുണ്ട്. അതുകൊണ്ട് സമസ്ത അപരാധങ്ങളും അമ്മനോട് തുറന്നു പറഞ്ഞ് തെരുവിൽ ഭിക്ഷ എടുക്കണം സാറേ എന്ന് പറയുകയാണ്. അന്നേരം താൻ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത്, അമ്മനോട് ഭിക്ഷ എടുക്കണോ എന്തുവാന്ന് ചോദിക്കുമ്പോൾ അമ്മനെന്ന് പറഞ്ഞാൽ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കണം. ഭിക്ഷ എടുത്ത് കിട്ടുന്ന നാണയത്തൊട്ടുകൾ ഭണ്ഡാര
പെട്ടിയിലേക്ക് ഇടണം. കീറ തുണി കൊണ്ടുള്ള വേഷം കൊണ്ടുപോയി തെരുവിൽ ഭിക്ഷ എടുത്ത് അവിടെ കൊണ്ടുപോയി ഇട്ടാൽ നമ്മൾ സകല അപരാധങ്ങൾ പാപങ്ങളും ഒക്കെ മാറുമെന്ന് പറയുമ്പോൾ രാഘവൻ നായർക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ആദ്യമൊക്കെ കേട്ടുകൊണ്ടിരുന്നെങ്കിലും താൻ കന്യാകുമാരിയിലെ കുട്ടിക്കാലം ഇതുവരെ മറന്നിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കന്യാകുമാരിയിലായാലും കേരളത്തിലെ ആയാലും ഭഗവാന്റെ അനുഗ്രഹം ഒരുപോലെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, താനൊന്നങ്ങോട്ട് പോയി പല പ്രാർത്ഥനകൾ പലതരത്തിലുണ്ട്, അല്ലാതെ കുരുതി കൊടുക്കലൊന്നും അല്ല വേണ്ടത്, കുരുതി കൊടുക്കലും ഭിക്ഷ കൊടുക്കലും ഒന്നും അല്ല വേണ്ടത് എന്ന് പറയുകയാണ്. ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ എണീറ്റ് അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം പിള്ളയാണെങ്കിൽ പപ്പിമോളെ ശ്രദ്ധിക്കുന്നതൊന്നുമില്ല. എന്നിട്ടൊന്ന് പറയുകയാണ്, പ്രീതി കുഞ്ഞ് കുറേ കാലം ഇങ്ങനെ കിടന്നു, ഇനിയിപ്പോൾ ശ്യാമക്കുഞ്ഞിന് എത്ര കാലമാണാവോ ഭഗവാൻ വിധിച്ചിരിക്കുന്നത്, നല്ലത് വരും എന്ന് കരുതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ കുറ്റമായോ എന്നും പറഞ്ഞിട്ട് പിള്ള ഇങ്ങനെ കുട്ടിയൊന്ന് നോക്കിയിട്ട് അങ്ങ് മാറിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പപ്പിമോളാണെങ്കിലും മനസ്സിൽ കരുതുകയാണ്, അപ്പോൾ കാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം, ഭിക്ഷവായിട്ട് കിട്ടുന്ന തുട്ടുകൾ അവിടെ കൊണ്ടുപോയി ഇടണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുട്ടി ആലോചിച്ചിരിക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ പപ്പിമോളാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. സ്കൂളിൽ നിന്നും എന്ന വേജേനയാണ് ഈ കുട്ടി ഇറങ്ങുന്നത് വീട്ടിൽ നിന്നും. എന്നിട്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നും തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്കൊരു അപകടം പറ്റി, അമ്മ മിണ്ടുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല, ആഹാരവും കഴിക്കുന്നില്ല, കുഞ്ഞേച്ചി വന്നാൽ മാത്രമേ കഴിക്കൂ എന്നാണ് പറയുന്നത്. തെരുവിൽ ഭിക്ഷ എടുത്ത് പൈസ കൊണ്ടുവന്നിട്ടാൽ പാപങ്ങൾ എൻ്റെ അമ്മയുടെ അസുഖമൊക്കെ മാറും എന്നാണ് രമണങ്കിൾ പറഞ്ഞത്. അപ്പം ഞാൻ ഭിക്ഷ എടുത്തോളാം, എൻ്റെ അമ്മയുടെ അസുഖം പെട്ടെന്ന് മാറിയാൽ മതി, കുഞ്ഞേച്ചി കൊണ്ടുവരാനായിട്ട് സത്യാമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണേ, എൻ്റെ അമ്മ എന്നോട് വീണ്ടും സംസാരിക്കണേ, അമ്മയോട് എനിക്ക് പിണക്കൊന്നുമില്ല, അസുഖം ഭേദമാക്കണേ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയാണെങ്കിൽ കരഞ്ഞു നിന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഭിക്ഷ എടുത്തോളാം എന്ന് പറയുകയാണ്. അതിനുശേഷം ഈ യൂണിഫോമിൻ്റെ മുകളിൽ കൂടി ഒരു മുഷിഞ്ഞ ഷർട്ട് ഇട്ടിട്ട് കയ്യിലൊരു പാത്രമൊക്കെ ആയിട്ട് എല്ലാവരോടും നടന്ന് പപ്പി മോൾ ഇങ്ങനെ വല്ലതും തരണേ ചോദിക്കുകയാണ്. 2-3 പേരൊക്കെ കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ ഒന്നുമില്ല പോച്ചെന്നും പറഞ്ഞു വിടുകയാണ്. അന്നേരം ഓരോ പാത്രത്തിൽ ഓരോ തുട്ടും നോട്ടും ഒക്കെ വീഴുമ്പോൾ കുഞ്ഞിന് സന്തോഷമാവുന്നുണ്ട്. തുടർന്നാണെങ്കിൽ കുറച്ച് റോഡിൽ അങ്ങോട്ട് നടക്കുമ്പോൾ അന്നൊരിക്കൽ കാർത്തികയെ ഓട്ടോയിൽ കൊണ്ടുവിട്ട ഒരു ഓട്ടോക്കാരനുണ്ടല്ലോ, ചന്ദ്രൻ, അയാൾ ഫോണിൽ അവിടെ ഓട്ടോയുടെ അടുത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഫോണിലാണ് സംസാരിക്കുന്നത്. ഞാൻ വരാൻ വേണ്ടി, നിന്നെ ഞാൻ മറന്നിട്ടൊന്നുമില്ല, വരുമ്പോൾ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത്, വെള്ളിക്കുലുസോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുകയാണ്. കാശ് എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ അടുത്ത തവണ വരുമ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ ഇയാൾ ഫോണിൽ സംസാരിക്കുകയാണ്. അന്നേരം പാപ്പിമോളാണെങ്കിൽ ചെന്നിട്ട് അങ്കിൾ വല്ലതും തന്നെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കുട്ടിയോട് പോകാൻ പറയുകയാണ്. പക്ഷേ ഈ ഫോണിൽ പൈസ ഒരു പ്രശ്നമല്ല എന്നൊക്കെ ഇയാൾ പറയുന്നത് കേട്ടിട്ട് പപ്പി വീണ്ടും ഇയാളെ തൊട്ടിട്ട് ഇങ്ങനെ അങ്കിൾ വല്ലതും തരണേന്നും പറഞ്ഞ് വീണ്ടും ചോദിക്കുമ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ഒന്നൊരു പോകച്ചെന്ന് പറഞ്ഞിട്ട് പപ്പി അങ്ങോട്ട് പിടിച്ചു മാറ്റുമ്പോൾ പപ്പി റോഡിലങ്ങ് വീഴുകയാണ്, സൈഡിലോട്ട് പാത്രം അങ്ങ് തെറിച്ച് പോകുന്നുണ്ട്, പൈസയൊക്കെ പോവുകയാണ്. അന്നേരം ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ട് സരോജ മെമ്പർ അവിടേക്ക് വരികയാണ്. കുട്ടിയെ അങ്ങോട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അന്നേരം എന്താടോ ചന്ദ്ര കുഞ്ഞുങ്ങളുടെ നേർക്ക് കയ്യാങ്കളി ചോദിക്കുമ്പോൾ എന്നോട് ഭിക്ഷ ചോദിക്കുകയാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പോലെയെന്നും പറഞ്ഞ് കുട്ടി ദേഷ്യപ്പെടുകയാണ്. അന്നേരം എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കില്ലേ വന്ന് കൈ നീട്ടുന്നത്, അതേപോലെ താനും എൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയിട്ടുണ്ടല്ലോ ഓരോ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. അന്നേരം അത് സർക്കാരിൻ്റെ പണമല്ലേ, അവകാശപ്പെട്ടതല്ലേ, അല്ലാതെ വേറൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മെമ്പർ കുറേ ന്യായമൊക്കെ പറയുന്നുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുടെ മേലാണോ തൻ്റെ കയ്യാക്കളി, ഇനി ഒരു ആവശ്യവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു പോകല്, അരിയും തിന്ന് ആശാരിയും കടിച്ച് പിന്നെയും മുറിവുറപ്പോന്നൊക്കെ ചോദിച്ച് സരോജ മെമ്പറിന് ആകെ ദേഷ്യം വന്ന് ചന്ദ്രൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നോടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, മെമ്പറെ അത് പിന്നെ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും താൻ കൊച്ചു കുട്ടികളുടെ മേളിൽ എന്തെങ്കിലും കയ്യാങ്കളി കാണിച്ചാലോ തൻ്റെ കൈ ഞാൻ വെട്ടും, ഒന്ന് പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെമ്പറെ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് സരോജൻ മെമ്പർ ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പപ്പിയാണെങ്കിൽ തറയിൽ കിടന്ന പാത്രമൊക്കെ എടുത്ത് പൈസയൊക്കെ പറക്കി അതിലേക്ക് ഇടുകയാണ്. അന്നേരം ഈ കുട്ടിയെ ഞാൻ എവിടെയോ എന്നിങ്ങനെ മെമ്പർ പറഞ്ഞിട്ട് എന്താ അമ്മയുടെ പേര്, മോൾ എവിടത്തെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭിക്ഷ എടുക്കാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എവിടെയും കണ്ടിട്ടില്ലല്ലോ, എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ പേര് എന്ന് പറഞ്ഞിട്ട് പപ്പി ഇങ്ങനെ സംശയിക്കുകയാണ്. അന്നേരം ഇതേതോ യൂണിഫോം ആണല്ലോ, പക്ഷേ ഷർട്ട് എന്ന് പറഞ്ഞിട്ട് സരോജ മെമ്പർ ആണെങ്കിൽ ബട്ടൺസ് അഴിക്കുമ്പോൾ ഐഡൻറ്റി കാർഡ് വരുന്നുണ്ട്. അന്നേരം SR പത്മിനി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. അന്നേരം മോൾ എവിടെയാ ഈ പത്മിനി എന്ന് പറയുമ്പോൾ SR എന്തുവാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരാണ്, രോഹിത്, ശ്യാമ എന്ന് പറയുന്നുണ്ട്. അന്നേരം മെമ്പർക്ക് ഇങ്ങനെ സംശയം വരികയാണ്. അന്നേരം പത്മിനി എന്ന് പറയുമ്പോൾ അതെൻ്റെ അച്ഛമ്മയുടെ പേരാണ്, പത്മാവതി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ മെമ്പർക്ക് കാര്യം പിടിയിട്ടുന്നുണ്ട്. പത്മാവതി ഇങ്ങനെ ഓർമ്മിക്കുകയാണ്, അവർ ചൈന കോളനിയിലായിരുന്നല്ലോ. തുടർന്ന് എൻ്റെ പത്മാവതി ചേച്ചിയുടെ കൊച്ചുമോളാണോ, അപ്പോൾ സത്യാമ്മയുടെ കൊച്ചുമോളല്ലേ, മോൾ എന്തിനാ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പപ്പി ഉണ്ടായ കാര്യം പറയുന്നുണ്ട്. അമ്മ സ്റ്റെപ്പിൽ നിന്ന് വീണതും ഇങ്ങനെ
ബോധമില്ലാതെ കിടക്കുന്നതും രമണൻപിള്ള പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എൻ്റെ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പിച്ചെടുക്കുന്നത്, സത്യമ്മയോട് പറയല്ലേ ആൻറ്റി, പറഞ്ഞാൽ സത്യമ്മ എൻ്റെ തോട് അടിച്ച് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം പത്മാവതിയുടെ അമ്മയുടെ കൊച്ചുമകളാണെന്ന് അറിയുമ്പോൾ സരോജ മെമ്പർ കുട്ടിയെ ചേർത്ത് പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കരയൊക്കെ ചെയ്യുകയാണ് മെമ്പർ സങ്കടം വന്നിട്ട്. തുടർന്ന് ഈ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ മെമ്പർ ഇങ്ങനെ ദയനീയമായിട്ട് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പത്മാവതി എന്തായാലും പറയില്ല എന്ന് തോന്നുന്നു. ഇനി അതിന് ശേഷമാണ് ശ്യാമ ഇതുവരെ ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കും രോഹിത് പോയിട്ട് പിന്നെ ശാലിനിയെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകളൊക്കെ കാണാം. ഓക്കെ.